ഹലോ, ഹായ്, നമസ്കാരം. ഞാൻ ഇഷാനിയാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഒരു മരണവാർത്ത കണ്ടിട്ട് ആ ഒരു സങ്കടത്തിൽ ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അതായത് പാപ്പി എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസറിൻ്റെ ഒരു മരണവാർത്ത ഇപ്പോൾ ഞാൻ കേട്ടു. അദ്ദേഹം സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ആ കുട്ടിയുടെ ഒരുപാട് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് ചിരിക്കാൻ പറ്റുന്ന ആ കുട്ടിയുടെ വീഡിയോ കണ്ടിട്ട് സങ്കടത്തിലിരിക്കുന്ന ആൾക്കാരടക്കം ചിരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അത്രയും ഭയങ്കര സരസമായിട്ട് സംസാരിക്കുകയും ആൾക്കാരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്ന ഒരു വീഡിയോസാണ് ആ കുട്ടി ചെയ്യാറ്. ആ കുട്ടിയുടെ മരണവാർത്തയാണ് ഇപ്പോൾ ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരിക്കലും എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത്. ആത്മഹത്യ എന്ന് പറഞ്ഞത് ഒരിക്കലും ഒന്നിനും പരിഹാരമല്ല. ഒരു കാര്യത്തിനും ഒരു പരിഹാരമല്ല ആത്മഹത്യ എന്ന് പറയുന്നത്. നമുക്ക് ദൈവം തന്നിട്ടുള്ള ഈ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ പ്രിഷ്യസ് ആയിട്ടുള്ളൊരു സാധനമാണ്. പക്ഷേ എന്തെങ്കിലും ഒരു ടെൻഷൻ്റെ അവസ്ഥയിൽ ഇപ്പോൾ പണക്കാരനായ ജോയ് സർ അദ്ദേഹം മരണപ്പെട്ടു അല്ലേ? പണം ഒന്നുമല്ല എന്ന് കാണിച്ചതാണ് അദ്ദേഹത്തിൻ്റെ മരണം. അപ്പോൾ നമ്മളുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു ചിന്തയിൽ നിന്നാണ് നമ്മൾ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് അത് ഷെയർ ചെയ്യുക. ഒന്നും വേണ്ട, ഷെയർ ചെയ്ത് നിങ്ങളുടെ പ്രശ്നം ഷെയർ ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് മാനസികമായി ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു മെസ്സേജ് അയക്കുക. അവരുടെ റിപ്ലൈ ഒന്ന് വായിക്കുക, അതിനൊരു മെസ്സേജ് അയക്കുക. അതല്ലെങ്കിൽ അവരൊന്ന് കോൾ ചെയ്ത് സംസാരിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു വിഷമം മാറും. നമ്മൾ വേറെ കാര്യങ്ങൾ ചിന്തിക്കും അവരായിട്ട് സംസാരിക്കുമ്പോൾ എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരാളും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത് പ്ലീസ്. നമ്മളുടെ ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കുക, അതിനൊക്കെ ഉള്ളതാണ് നമ്മുടെ ജീവിതം. അപ്പോൾ ദൈവം നമുക്ക് തന്നിട്ടുള്ള വരമാണ്. നമ്മളെക്കാളും എത്രയോ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ഇപ്പോൾ നമ്മളുടെ കുറവുകളും മറ്റുള്ളവരുടെ കുറവുകളും കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് കണ്ണുണ്ട്, നമുക്ക് കൈകാലുകളുണ്ട്, ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർ എത്രയോ ഉണ്ട്. അവർ എത്രയോ ജീവിക്കുന്നു. അപ്പോൾ അതേപോലെ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെക്കാൾ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അവരുടെ അത്രയ്ക്കില്ലല്ലോ. നമ്മളുടെ വിഷമം എന്ന് പറഞ്ഞത് ചെറുതല്ലേ, അത് മാറുമെന്ന് വിശ്വസിക്കുക. അപ്പോൾ ഒരിക്കലും പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ജീവനോടെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ വരികയാണെന്നെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോടുമായിട്ട് സംസാരിക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ വിഷമം പകുതി മാറും. അപ്പോൾ എല്ലാവർക്കും നന്മ നേരുന്നു. ആ പാപ്പി എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുവാൻ വേണ്ടിയും അവരുടെ കുടുംബത്തിന് സമാധാനം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. താങ്ക് യു.